സ്വാമി ശരണമയ്യപ്പ. ചരിത്രം പ്രസിദ്ധമായ അതിപുരാതനമായ അയിരൂർ പുതിയകാവ് ദേവി ക്ഷേത്രത്തിൽ നിന്ന് നിങ്ങൾക്കായി തിരുവാഭരണ ഘോഷയാത്ര കടന്നു വരുന്ന ആ ഒരു പാതയിലുള്ള ഈ ക്ഷേത്രം, ഈ മഹത്തായ ക്ഷേത്രം, ദേവി ക്ഷേത്രത്തിൽ ഇന്ന് ഇവിടെ എത്തുന്ന തിരുവാഭരണം ഘോഷയാത്രയായി എത്തിക്കൊണ്ടിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കായി ഇവിടെ എത്തിച്ചേരും. ഇവിടെ എത്തിച്ചേരാൻ ഇവിടെ ഭക്തജനങ്ങളായ യുവതികൾ, ചെറുപ്പക്കാർ, യുവജനങ്ങൾ, പ്രായമുള്ളവർ ഒക്കെ ഇങ്ങനെ താലപ്പൊലി ഏന്തി ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ ഭഗവാന്റെ ചാർത്താനുള്ള തിരുവാഭരണം ഇവിടെ ഒരു ദിവസം മുഴുവൻ വെളുക്കുവോളം ഇവിടെ ദേവിയുടെ സന്നിധിയിൽ തുറന്നു വെച്ചതിന് ശേഷം ആൾക്കാർക്ക് ഭക്തിയാദരവോടുകൂടി അത് ദർശിക്കുവാനുള്ള സൗഭാഗ്യം ലഭിക്കും. അതിനുവേണ്ടി ഇവിടെ ധാരാളം ഭക്തജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്നു. എല്ലാ വർഷവും നടത്തുന്ന ഈ ചടങ്ങ്. അപ്പോൾ ആ മത്സരമായ ആ ഒരു പരിപാവനമായ തിരുവാഭരണപ്പെട്ടി ഘടകങ്ങൾ, ഭഗവാന്റെ ആടയാഭരണങ്ങൾ, അതായത് ശബരിമലയിൽ മകരസംക്രാന്തി ദിനത്തിൽ മകരവിളക്കിന് ചാർത്തുവാനുള്ള, ഭഗവാന് ചാർത്തുവാനുള്ള ആടയാഭരണങ്ങൾ പന്തളം കൊട്ടാരത്തിൽ നിന്ന് ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് അവിടെ നിന്ന് തിരിച്ച് ഇവിടെ കൊണ്ടിരിക്കുന്നു. ഇവിടെ വെച്ച് തുറന്നു വെച്ച് ജനങ്ങൾക്ക് ദർശനം നൽകിയ ശേഷം നാളെ വെളുപ്പിന് 2:30 മണിയോടുകൂടി, ഏകദേശം 2:30 മണിയോട് ഇവിടെ പേരൂർച്ചാൽ വഴി കയറി അത് വനാന്തരങ്ങളിലൂടെ പിന്നെ ശബരിമലയിലേക്ക് എത്തിച്ചേരുകയാണ്. മകരവിളക്കിന് മുമ്പായിട്ട് എത്തിച്ചേരും. അപ്പോൾ ഇവിടെ ഈ ശബരിമലയ്ക്ക് പോകാൻ സാധ്യമല്ലാത്ത ആൾക്കാർക്ക് പോലും ഭഗവാന്റെ ആ തിരുവാഭരണം കണ്ടു കഴിയുവാൻ തന്നെയുള്ള ആ സൗഭാഗ്യത്തിന് വേണ്ടിയാണ് ഇവിടെ കാത്തിരിപ്പ് സേവാഭാരതിയുടെ റിഫ്രഷ്മെന്റ് കൗണ്ടർ അവിടെ എല്ലാ വർഷവും പതിപോലെ തെറ്റിക്കാതെ അവരിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സർവ്വസമയവും അവിടെ ചുക്കുകാപ്പിയും ബിസ്ക്കറ്റും നാരങ്ങയും ഒക്കെ ലഭ്യമാണ്, ഉദന്യമായി ലഭ്യമാണ്. അപ്പുറത്ത് നമ്മുടെ സേവാപന്തിൽ, അതായത് നമ്മുടെ പുതിയകാവ് ദേവി ക്ഷേത്രത്തിൻ്റെ കൂട്ടുപുരയിൽ അവിടെ ഇതാ രാജപ്രതിനിധി, അവിടെ എല്ലാവർക്കും അന്നദാനം ലഭിക്കുന്നതാണ്. ഇതാ രാജപ്രതിനിധി കടന്നു വരുന്നു. പന്തളം രാജപ്രതിനിധി പല്ലക്കിൽ കയറി വരുന്ന ആ ഒരു കണ്ടുകൊണ്ടിരിക്കുന്നത്. പന്തളം രാജപ്രതിനിധി മുന്നേ അനുഗമിക്കുന്നു വിവാഹത്തിന് മുന്നേ, അതാണ് പതിവ്. അപ്പോൾ ശബരിമല വരെ അദ്ദേഹം രാജാവ്, വളർത്തച്ഛൻ ആയ പന്തളത്ത് രാജാവ്, അയ്യപ്പൻ്റെ വളർത്തച്ഛനായ പന്തളത്ത് രാജാവ് അയ്യപ്പനെ തൊഴാൻ ചെല്ലുന്ന ആ ഒരു കടന്നു പോകുന്ന ശബരിമലയിലേക്ക് പോകുന്ന വിവാഹരണവുമായി പോകുന്ന, ചാർത്തി അയ്യപ്പനെ ദർശിക്കുവാനായി പോകുന്ന ആ ഒരു സീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളം ഭക്തജനങ്ങളുടെ അകമടിയോടെ അത് കടന്നു വരുന്നു. തൊട്ടുപുറയിൽ ആദ്യമേ അകമ്പടി കൊണ്ടുവരുന്ന രാജപ്രതിനിധിയെ എഴുന്നള്ളിച്ചു കൊണ്ടുപോയ സീനാണ് കണ്ടത്. അതിൻ്റെ തൊട്ടുപുറം അവിടെ നിന്ന് തിരുവാഭരണ പേടകങ്ങളിൽ നിന്ന് പതിവായി അത് കൊണ്ടുവരാറുള്ള പാരമ്പര്യമായി ഒരു കളത്തിൽ ഗംഗാധരൻ നായർ എന്ന് പറയുന്ന കാരണവർക്കാണ്. അദ്ദേഹത്തിന് ഇപ്രാവശ്യം പ്രായം ആധിക്യം കാരണം അദ്ദേഹത്തിൻ്റെ മകനെ ഏൽപ്പിച്ച് അദ്ദേഹവും കൂടെ അനുഭവിക്കുന്നുണ്ടോ എന്നറിയില്ല, നോക്കാം. എന്തായാലും അദ്ദേഹത്തിൻ്റെ മകനാണ് ഇത് ചുമക്കുന്നത്. അത് അവരുടെ ഒരു അവകാശമാണ്, വർഷങ്ങളായി നടത്തുന്നതാണ്. അപ്പോൾ ഇത് ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം, കുറച്ച് നിമിഷങ്ങൾക്കകം അത് കടന്നു വരിപ്പത വന്നുകൊണ്ടിരിക്കുന്നു. അതിന് മുന്നോടിയായിട്ട് ചെറുപ്പക്കാരുടെ, സ്വാമിമാരുടെ ഒരു നിര തന്നെ കടന്നു വരുന്നു. വളരെ പ്രത്യേക ആവേശപൂർവ്വം ശരണം വിളിച്ചുകൊണ്ട് അവർ കടന്നു വരുന്ന സീനാണ് കാണുന്നത്. ഇതൊക്കെ കാണുമ്പോൾ എല്ലാ കൊല്ലവും ഇങ്ങനെ ശബരിമലയ്ക്ക് പോകാറുള്ള ഒരു കാലത്ത് ഞാൻ കൊണ്ടിരുന്ന ചെറുപ്പകാലത്തെ ഓർമ്മ വരും. അപ്പോൾ എല്ലാ വർഷവും മകരസംക്രാന്തിക്ക് തൊഴാനല്ലെങ്കിൽ പോലും മറ്റ് പോകുന്ന ആ ഒരു പ്രത്യേക പ്രീതി നമുക്ക് അനുഭവത്തിലോട്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഈ ഭഗവാന്റെ തിരുവാഭരണപ്പെട്ടി കണ്ടു പോകുവാനുള്ള ഭാഗ്യമെങ്കിലും ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ പുണ്യമാണ്. ശബരിമലയ്ക്ക് പോകാനുള്ള തിരക്ക് ഒഴിവാക്കിയ ആൾക്കാർ, അങ്ങനെ ധാരാളം ഭക്തജനങ്ങൾ, അവിടെ കയറാൻ പറ്റാത്ത അല്ലെങ്കിൽ വഴികളായ സ്ത്രീകൾക്ക് ഇവിടെ ഭഗവാന്റെ തിരുവാഭരണം ദർശിച്ച് സാധിക്കും. അവർക്ക് അതിൻ്റെതായുള്ള പുണ്യവും ലഭിക്കും.
അങ്ങനെ ഇതിന് അകമ്പടിയായി ഇതിനെ വട്ടമിട്ട് പറക്കുന്ന ഒരു പരുന്ത് എവിടെയോ ഉണ്ട്. അത് നമുക്ക് രക്ഷിക്കുവാൻ പഠിച്ചാൽ നമ്മുടെ ഭാഗ്യമാണ്. അതും അങ്ങനെ ഒരു അത് എല്ലാ തവണയും പ്രതിബന്ധിപ്പിക്കാതെ നടക്കുന്ന ഒരു കാര്യമാണ്. അത് ശബരിമലയിലേക്ക് രാജകുടുംബത്തിൽ നിന്ന് പന്തളം കൊട്ടാരത്തിൽ നിന്ന് തിരുവാഭരണപ്പെട്ടി എടുക്കുമ്പോൾ തന്നെ പരുന്ത് അവിടെ നിന്ന് തിരിക്കുമ്പോൾ തന്നെ പരുന്ത് അനുകരിച്ച് വട്ടമിട്ട് പറന്ന് മുന്നോട്ട് പോകുന്ന ഒരു സേവിച്ച് പോകുന്ന പോലെ പോകുന്ന ഒരു സീന് കാണാൻ സാധിക്കാറുണ്ട്. അത് എല്ലായ്പ്പോഴും എല്ലാവർക്കും കണ്ടുകൊള്ളണമെന്നില്ല. അത് കാണുക തന്നെ ഒരു പുണ്യം തന്നെയാണ്. അങ്ങനെയൊക്കെ എന്തായാലും ഭഗവാന്റെ മായാവിലാസങ്ങൾ ഇതൊക്കെ നമ്മൾ പ്രദർശിക്കാനുള്ള പുണ്യം നമുക്ക് ഈ ജന്മത്തിലുണ്ടായി എന്നുള്ളത്. അപ്പോൾ സ്വാമിയെ ശരണമയ്യപ്പ കടന്നു വരുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഏകദേശം ആ തിരുവാഭരണം ഭഗവാൻ ചാർത്തുവാനുള്ള അടയാഭരണങ്ങളുമായി കളത്തിൽ ഗംഗാധരൻ നായരുടെ പരമ്പരയുമായി അവകാശമുള്ള കളത്തിൽ ഗംഗാധരൻ നായരുടെ അത് എടുത്തുകൊണ്ടുവരുന്ന അദ്ദേഹത്തിൻ്റെ ഒപ്പം കളത്തിൽ ഗംഗാധരൻ നായർ വർഷങ്ങളായി അത് എത്തിച്ചുകൊണ്ടിരുന്ന അദ്ദേഹവും ഉണ്ട് എന്നറിയുന്നു. അദ്ദേഹം തന്നെയാണ് തൊട്ട് മുന്നിലുണ്ട്. അദ്ദേഹം അതിന് മകനാണ്. അദ്ദേഹം തിരുവാഭരണ പേടകം ചുമന്നുകൊണ്ടുവരുന്നത്. അതിങ്ങനെ വട്ടം കറക്കി കൊണ്ടുവരിക ഭക്തി ആദരപൂർവ്വം. അതാണ് ഒരു ശൈലി, ഒരു രീതി. ഇപ്പോൾ ശരണമന്ത്രങ്ങളുടെ അനുമതിയോടെ ശരണമന്ത്രങ്ങളുടെ ഇനിയോടെ മുഖരിതമായിട്ട് വളരെ അന്തരീക്ഷത്തിൽ ശരണമന്ത്രങ്ങൾ അങ്ങനെ ഉയർന്നു വിട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തിരുവാഭരണപ്പെട്ടി അവിടെ എത്തിയിരിക്കുന്നു. അയിരൂർ പുതിയകാവ് ദേവീ ക്ഷേത്രത്തിൽ എല്ലാ വർഷത്തെ പോലെയും പതിവ് പോലെ ഇവിടെ വെളുക്കോളം ഭക്തജനങ്ങൾ ദർശിക്കുവാനായി 3 വട്ടം വലം 2 വട്ടം 3 വട്ടം വലം വെച്ച് അത് ദേവിയെ വലം വെച്ച് സ്വാമി ശരണമയ്യപ്പ പുതിയകാവ് ദേവീ ക്ഷേത്രത്തിനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് വീണ്ടും അത് കടന്നു വരുന്നു. ഭരണപ്പെട്ടി കടന്നു സീനാണ് കാണുന്നത്. അതിങ്ങനെ വട്ടം ചുറ്റി കറക്കി ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് അകത്ത് ശ്രീകോവിലിലേക്ക് പോകും. വലം വെച്ചതിന് ശേഷം അകത്ത് ശ്രീകോവിലിനുള്ളിൽ ദേവിയുടെ സാന്നിധ്യത്തിൽ അവിടെ വെക്കും. അവിടെ അകത്ത് പോയി ദർശിക്കുവാനും തൊഴുവാനുമുള്ള ഭക്തജനങ്ങൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇവിടെ ഭക്തിസാന്ദ്രമായ ഒരു ഭജന ആമൃതം ഇവിടെ നടക്കുന്നുണ്ട്. ഭജന ഗ്രൂപ്പ് രാധേശ്യാം എന്ന് പറയുന്ന പ്രശസ്തമായ ഇതാ കടന്നു വരുന്നു. ഇത് വലം വെച്ച് പോവുകയാണ്. ദേവിയെ വലം വെച്ച് അങ്ങനെ പ്രദക്ഷിണം വെച്ച് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ആ സീന് വീണ്ടും ക്യാമറയിൽ ഇത്രയധികം ജനങ്ങൾ ദൂര സ്ഥലത്തു നിന്ന് പോലും പത്തനംതിട്ട നാനാഭാഗത്തു നിന്നും ആലപ്പുഴ ജില്ലയിൽ നിന്നും ഒക്കെ ദൂരസ്ഥലങ്ങളിൽ നിന്നും ഒക്കെ ധാരാളം പേര് ഇവിടെ വന്നിട്ടുണ്ട്. ബന്ധുക്കള ജനങ്ങളായിട്ടുള്ളവരുടെ ഇല്ലാതെയും ഒക്കെ ആയിട്ട് ധാരാളം പേര് ഇവിടെ ചേർന്നിട്ടുണ്ട്. നെവിരി വെച്ച് ഇവിടെ കിടക്കുന്ന അയ്യപ്പന്മാർ ശബരിമലയ്ക്ക് ഇതോടൊപ്പം തന്നെ യാത്ര ചെയ്ത് പോകുന്നവരുണ്ട്. മുന്നേയും അതിൻ്റെ പുറകിൽ ഒക്കെയായി പോകുന്നവരും ധാരാളം പേരുണ്ടാവും. ഇവിടെ ഭജനാമൃതം നടന്നുകൊണ്ടിരിക്കുന്നു. രാധേശ്യാം ഹരിപ്പാട് എന്ന് പറയുന്നൊരു ഗ്രൂപ്പാണ്. വളരെ ഭക്തി നിർഭലമായ അതിഗംഭീരമായ ഒരു ഭജനയാണ് നടന്നുകൊണ്ടിരുന്നത്. അതിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ എത്തിച്ചേർന്ന് ശ്രീകോവിലിനുള്ളിൽ അവിടെ കൊണ്ടുവെക്കുന്നിടം വരെ ഈ തിരുവാഭരണം അവിടെ കൊണ്ട് ഈ ഭജന ഇവിടെ നടന്നുകൊണ്ടേയിരിക്കും. 7:30 തുടങ്ങിയ ഭജന ഇപ്പോൾ ഏകദേശം 9:30 മണിയായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ ഇത് ദർശിച്ച ശേഷം വളരെ പൂർവ്വം ജനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സീനാണ് ഇപ്പോൾ കാണുന്നത്. വീട്ടന്മാർ ധാരാളമായി ഇവിടെ എത്താറുണ്ട്. വെച്ച് ഇവിടെ കടന്ന് വെളുക്കോളം രാത്രി തന്നെ തിരിച്ചു പോകുന്നവരുണ്ട്. ഇവിടെ 24 മണിക്കൂറും അന്നദാനം ഈ അവസരങ്ങളിൽ ലഭ്യമാണ്. അത് അപ്പുറത്ത് ഊട്ടുപുരയിൽ നടന്നുകൊണ്ടേയിരിക്കും. ഈ ഭജനയും ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അയിരൂർ പുതിയകാവ് ദേവീ ക്ഷേത്രത്തിൽ നിന്ന് ഞാൻ ഈ പ്രകാശ് മുംബൈ മലയാളികൾക്ക് എത്തിക്കാൻ വേണ്ടി ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചത് സൗഭാഗ്യം. ആ ഒരു അനുഭൂതി എനിക്കുണ്ട്. കാരണം എല്ലാ കൊല്ലവും ഈ അവസരത്തിൽ ഇവിടെ എത്താറുണ്ട് ഞങ്ങൾ.
കഴിഞ്ഞ വർഷം ഇവിടെ എത്തിയിരുന്നു. കഴിഞ്ഞ വർഷം തൊട്ടാണ്. കഴിഞ്ഞ മുമ്പത്തെ വർഷം ഞങ്ങൾ ഇവിടെ സ്ഥലത്തില്ലായിരുന്നു. എന്തായാലും കഴിഞ്ഞ വർഷം സാധിച്ചു, ഈ വർഷം അത് സാധിച്ചു. ഇതാ എല്ലാവരും ദർശന പുണ്യം, അതായത് ഭഗവാന്റെ തിരുവാഭരണത്തിന്റെ ദർശന പുണ്യം അനുഭവിച്ച് അവർ വീണ്ടും അങ്ങനെ അവിടെ തന്നെ ഇങ്ങനെ തങ്ങിക്കുന്ന ഒരു പ്രത്യേകങ്ങളെ നമുക്ക് കാണാം. കാരണം അകത്ത് കയറി ധാരാളം സ്ത്രീജനങ്ങളുടെ തിരക്കുണ്ട്. അകത്ത് കയറി ഈ തിരുവാഭരണം കാണുവാനായി അവർക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് മറ്റുള്ളവർ അതിനു പുറകെ പിന്നിലായി നിന്ന് എല്ലാവരും അകത്ത് പോയി ഇന്ന് ദർശിച്ച് വെളുപ്പോളം തിരുവാഭരണ പിടവിടെ തന്നെ ഉണ്ടാവും. സ്വാമിയെ ശരണമയ്യപ്പ. ശബരിമല അയ്യപ്പനെ നേരിൽ പോയി അവിടെ ദർശിക്കുവാൻ സാധിക്കുക, ശബരിമലയ്ക്ക് പോകാൻ സാധിക്കുക എന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ പത്രങ്ങളിലും ന്യൂസുകളിലും ഒക്കെ കാണുന്ന പോലെ അതൊക്കെ വളരെ എളുപ്പമാണ് എന്നൊക്കെ കരുതും. പക്ഷെ അങ്ങനെയല്ല. അത് പോകാൻ സാധിക്കാതെ വിഷമിക്കുന്നവർ പലരും ധാരാളം പേരുന്നുണ്ട്. കാരണം ഇത് പറയുന്നത് അതിനൊക്കെ ഒരു ക്ഷണം ഉണ്ടായിരിക്കണം, ഒരു വിളി ഭഗവാന്റെ കൊണ്ട് കിട്ടണം, എന്നാലേ അതൊക്കെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഞാൻ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇത്രയും പ്രായമായതിനു ശേഷം ശബരിമലയ്ക്ക് പോകാൻ പലവട്ടം ആഗ്രഹിച്ചിട്ട് എനിക്ക് സാധിക്കുന്നില്ല എന്നത് പരമാർത്ഥമാണ്, വസ്തുതയാണ്, സത്യമാണ്. കാരണം ഭഗവാന്റെ സത്യം എന്ന് പറയുന്നത് അതാണ്. എനിക്ക് എന്നാൽ ചെറുപ്പകാലങ്ങളിൽ ധാരാളം തവണ പോയിട്ടുണ്ടെങ്കിലും അതൊക്കെ ഒരു ഓർമ്മയിൽ, നേരിയ ഓർമ്മയിൽ എന്ന് വന്നിട്ട് ശരിയായ ഒരു ഭക്തിയോടുകൂടി നമുക്ക് ഇനിയും പോകാൻ സാധിക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രം ബാക്കിയുണ്ട്. സ്വാമി ശരണമയ്യപ്പ. 50 ദേവി ക്ഷേത്രത്തിൽ നിന്നും വിടവാങ്ങും.